പ്രകൃതിയും മനുഷ്യന്റെ അചഞ്ചലമായ വിശ്വാസവും കൈകോർത്തപ്പോൾ ഈജിപ്തിലെ കൈറോയിൽ പിറന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന്. മൊക്കാട്ടം കുന്നുകളിൽ കൂറ്റൻ കരിങ്കൽ മലനിരകൾ ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിച്ച സെന്റ് സൈമൺ ദി ടാനർ സന്യാസാശ്രമം ഇന്ന് മധ്യപൂർവേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ ആശ്രമങ്ങളിൽ ഒന്നാണ്. ഒരേ സമയം 20,000 പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ ഗുഹാ ആശ്രമം ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമാണ്. ഈ ആശ്രമത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ 10-ാം നൂറ്റാണ്ടിലെ ഫാത്തിമിഡ് ഭരണകാലത്തോളം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. അക്കാലത്ത് ഈജിപ്ഷ്യൻ ഭരണാധികാരിയായ ഖലീഫ് അൽ മൂസ് ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ ഒരു കഠിനമായ വെല്ലുവിളി ഉയർത്തി. നിങ്ങളുടെ വിശ്വാസം സത്യമാണെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഈ മൊക്കാട്ടം മലയെ ചലിപ്പിച്ചു കാണിക്കുക എന്നതായിരുന്നു അത്. തുടർന്ന് അതീവ ഭക്തരും സാധാരണക്കാരനുമായ ഒരു തോൽ തൊഴിലാളിയുമായിരുന്ന വിശുദ്ധ സൈമന്റെ നേതൃത്വത്തിൽ കോപ്റ്റിക് പാത്രിയാർക്കീസ് എബ്രഹാം സിറിയൻ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹം 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. വിശ്വാസത്തിന്റെ ശക്തിയാൽ അന്ന് മൊക്കാട്ടം മല അത്ഭുതകരമായി നീങ്ങിയെന്നാണ് കോപ്റ്റിക് സഭയുടെ പാരമ്പര്യവും ചരിത്രവും പറയുന്നത്. ഈ ഓർമ്മയിലാണ് മലകൾക്കുള്ളിൽ ഈ ആശ്രമം സ്ഥാപിതമായത്. ആധുനിക കൈറോയിലെ പരമ്പരാഗത മാലിന്യ ശേഖരണ തൊഴിലാളികളായ സെബ്ലീൻ ജനവിഭാഗം താമസിക്കുന്ന ഗാർബേജ് സിറ്റി എന്ന പ്രദേശത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും 1970-കളിൽ സാമൻ എന്ന ദൈവദാസന്റെ നേതൃത്വത്തിൽ വെറുമൊരു ടിൻഷീറ്റിലാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിക്കുന്നത്. പിന്നീട് ഈ മല തുറന്ന് ആശ്രമമാക്കാൻ ഈ ദരിദ്ര ജനത ഒന്നിച്ചിറങ്ങി തിരിച്ചു. മല തുറക്കാൻ ഔദ്യോഗികമായി ഡൈനാമിറ്റ് ഉപയോഗിക്കാൻ ഇവർക്ക് അനുമതിയുണ്ടായിരുന്നില്ല. നിയമ നടപടികൾ മറികടക്കാൻ അവർ കണ്ടെത്തിയ വഴി ഇതായിരുന്നു. റംദാൻ മാസത്തിൽ മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം അറിയിക്കാൻ നഗരത്തിൽ വലിയൊരു പീരങ്കി വെടി മുഴക്കിയിരുന്നു. ഈ വെടിയൊച്ച കേൾക്കുന്ന കൃത്യം അതേ സെക്കൻഡിൽ ആ വലിയ ശബ്ദത്തിൽ മുങ്ങിപ്പോകത്തക്ക രീതിയിൽ ഈ ജനങ്ങൾ മലയ്ക്കുള്ളിൽ ഡൈനാമിറ്റുകൾ പൊട്ടിച്ചു. വർഷത്തിൽ 1 മാസം മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഈ സാഹസികതയിലൂടെ നീണ്ട 13 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 15 ലക്ഷം ടൺ കരിങ്കല്ലും മണലുമാണ് അവർ മല തുരന്ന് പുറത്തെടുത്തത്. ഈ ഗുഹാ ആശ്രമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സ്വാഭാവികമായ നിർമ്മിതിയാണ്. മല തുരന്നുണ്ടാക്കിയ ചുണ്ണാമ്പുകല്ല് ഭിത്തികളുടെ പ്രത്യേകത കാരണം വലിയ സൗണ്ട് സിസ്റ്റങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഇവിടെ പ്രാർത്ഥനകളും സംഗീതവും ആശ്രമത്തിന്റെ എല്ലാ കോണുകളിലും കൃത്യമായ ശബ്ദത്തിൽ കേൾക്കാൻ സാധിക്കും. കൂടാതെ പ്രകൃതിദത്തമായ വായു സഞ്ചാരവും വെളിച്ചവും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത 7 പ്രത്യേക ചാപ്പലുകൾ ഈ ആശ്രമത്തിലുണ്ട്. ആധുനിക ഈജിപ്തിലെ ഇസ്ലാമിക ചുറ്റുപാടുകൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസവും വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകവും എങ്ങനെ സമാധാനപരമായി നിലനിൽക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് സെന്റ് സൈമൺ ആശ്രമം. ഒരു ജനതയുടെ കഠിനാധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി ഈ ഗുഹാവിസ്മയം ഇന്നും തലയുയർത്തി നിൽക്കുന്നു.